പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര റിയൽ ആണ്. കാരണം നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴായിരിക്കും സിനിമ ചെയ്യുന്നുണ്ടോ, സ്കൂൾ കഴിഞ്ഞ ഉടനെ ചെയ്യുവോ, അതോ എങ്ങനെയാ കോളേജിൽ കയറുമ്പോൾ ചെയ്യുവോ. ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോഴും എന്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട്, ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുന്ന മൊത്തം ഡയലോഗ് ആയിരിക്കും, ഓരോരുത്തർ പറയുന്നത് അതുപോലെ ആയിരിക്കും. അപ്പം എന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമ്മയും എല്ലാരും മറ്റേ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അവരുടെയും എല്ലാവരുടെയും മാനറിസവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാര് ഓരോന്ന് പറയുമ്പോഴാണ് നമ്മളത് നോട്ടീസ് ചെയ്യുന്നതും, അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ലൈക്ക് യു സെഡ് പ്രഷറിന്റെ കാര്യം, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയാ തുറന്ന് പറയാനായിട്ട് പേടിയായിരുന്നു. എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണല്ലോ, ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയാ വലിയ സ്റ്റാർസ് ആണ്, ഞാൻ അവരങ്ങനെ ഒരു രീതി കാണണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകും, എന്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇന്നേ വരെ അങ്ങനെ ഇതാക്കിയിട്ടോ. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് ഈ മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിന്റെ കാര്യം എനിക്ക് തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയാ, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അവരത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഋഷിയുടെയും മനോജ് കെജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പൊ അവരുടെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ടാവും. അപ്പോ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷെ എന്നെ അങ്ങനെ ഒത്തിരി എഫക്ട് ചെയ്തിട്ടും ഇല്ല, എന്നാൽ എഫക്ട് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ആൻസർ എനിക്കതിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാന്നുള്ള രീതിയിൽ. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയാ, അപ്പൊ ഞാൻ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ്, ഐ തിങ്ക് ഐ കൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ, റൈറ്റ്? അപ്പൊ ഇപ്പൊ ആൾക്കാര് എന്താ പറയാ എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ നിന്ന് അച്ഛനടുത്ത് പറയായിരുന്നു, ദൈവമേ അവിടെ എത്ര ആൾക്കാർ, അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നില്ലേ, ഞാനെന്തോ ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്താ സംസാരിക്കട്ടെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നതെന്നറിയില്ല. പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. പ്രഷർ നല്ലോണം ഉണ്ട്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. അൺടിൽ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ്, ഐ ഹോപ്പ് സ്റ്റിൽ ബി ദേർ, ഐ തിങ്ക്. താങ്ക് യു സോ മച്ച്. ഉണ്ടാവും, പക്ഷെ അത് ഇതിനു മുമ്പ് കഥകൾ കേട്ടിട്ടുണ്ടോ? പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതെ അതെ, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റെല്ല ചെയ്യാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് പറയും ഇതുപോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേൾക്കാം. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കേട്ടു. അപ്പം എനിക്ക് എന്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്കൊന്നും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ ഇന്ന റോള് ചെറുതാണ്, മറ്റേ ആ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ, എന്റെ ക്യാരക്ടറിന് എന്താണ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വൺ ഓഫ് ദി തിങ്സ് ഇസ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയാ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയാ വേണ്ടാന്ന് എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ടു നോക്കിയപ്പം. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയാ ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന, അതായത് സീതു സാറിനെയൊക്കെ എനിക്ക് അറിയാം. അപ്പൊ അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി ഗോഡ് ഗീവ് ദിസ് ടു മീ, മേ ബി ഇത് ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോ സോ മെനി തിങ്സ് സ്ട്രൈക്ക് അബൌട്ട് ദിസ് മൂവി. അത് മാത്രമല്ല കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിന്റെ. എന്താ പറയാ, സീതു സാറിന്റെ അടുത്താണ്, സീതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. ആ സമയത്ത് ബിനു സാർ വാസ് നോട്ട് അവൈലബിൾ. പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹി ജസ്റ്റ് ഗേവ് മീ ഒരു വൺ ലൈനർ ആണ് തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു സർ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം
എനിക്ക് ഉറപ്പാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അതായത് ഞാൻ പറയുമ്പോൾ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ അതാണ് റോളിനെ പറ്റി. ഓക്കെ, റോളിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പൊ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്ന ഭയങ്കര ഒരു എന്താ പറയാ ബ്ലെസ്സിങ് ആണ്, അത് അതുപോലെ തന്നെ കാണുക, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ സംഭവമായ ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യാം, ഒരുപാട് കോമഡി സ്കോപ്പ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷി വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം, കാരണം അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ്, അനദർ പേഴ്സൺ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറെ എന്താ പറയാ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ പേഴ്സൺ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പൊ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയാ മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എന്റെ പേരൻസ് എന്നുള്ള ഒരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ് എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പൊ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പറഞ്ഞത് ആദ്യം പോയിട്ട് നമ്മളോട് പ്രൊഡ്യൂസർ ഭാഗം പറഞ്ഞത് ഒരുപക്ഷെ ഓപ്പർച്യൂണിറ്റി ഇത് നോ പാർട്ടി സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് വേണ്ടതായി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനമാണ് ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണ്. അപ്പൊ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ലക്ഷ്മി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പൊ അത് ഒരിക്കലും ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അത് നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയരുത്. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയുള്ളൂ. ഇപ്പൊ ബേസിക്കലി നമ്മളിപ്പോ റിയൽ സിനിമകളൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. നമ്മൾ എപ്പോഴോ കണ്ടു പറഞ്ഞ സിനിമകൾ പിന്നെ ഇപ്പൊ ചോട്ട മുമ്പേ റീസെന്റ് ആയിട്ട് ഇറങ്ങി ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കാലത്തുണ്ടായ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഫോർമുലയുണ്ട്, ചിരി, വേറെ ചിരിയുണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അതെല്ലാം അതിന്റെ കറക്റ്റ് ഫോർമുലയാണ്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൂടുതൽ ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ത്രില്ലർ ആണ്, ത്രില്ലർ മാത്രം, കുറച്ചുകൂടെ എന്താ പറയാ എന്താണ് ആ സീരിയസ് ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതൊരു മാസ് സിനിമ അല്ലേ, എല്ലാ തരം ഇമോഷൻസും ഉൾക്കൊള്ളുന്ന സിനിമ അല്ലേ. ഇപ്പൊ ചോട്ടംബൈ പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോവാനും കൈയടിക്കാനും എഴുന്നേറ്റ് തുള്ളാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഗൂസ് മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ഒരു തിരിച്ചറിവിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചോട്ടംബൈ തിയേറ്ററിൽ നിന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച, അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണ്. കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുള്ളുന്നത്. തലാന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ, മോളതിന് തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു. എന്താ അത് കാണുമ്പോൾ സന്തോഷം. നമ്മൾ ആ 90s കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷ് ആയിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, നമ്മുടെ രാജമാണിക്യം ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. ഡിഗ്ബി ഇല്ലാതൊന്നും വേണ്ട, ഡിഗ്ബി തന്നെ ഒന്നുകൂടെ നിപ്പിറക്കുക എന്തായിരിക്കും അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഇതിപ്പോ എന്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എന്റെ സ്വാർത്ഥത്തോണ്ട് ഞാൻ പറഞ്ഞതാണ്. രാജമാണിക്യവും ഡിഗ്ബിയും ഇപ്പൊ ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പൊ അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, താരായണ മന്ത്രം, എന്താ പറയാ പിന്നെ കളിപ്പാട്ടം, മുന്താണെ മുടിച്ച്, ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ കുറെ പണ്ടത്തെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയാ എന്റെ ഹാർട്ട്. ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ പാടുന്നതാണ്, ആരുടെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഇപ്പൊ വന്നിട്ടുണ്ട്. മ്യൂസിക് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പാടുകല്ലേ ഏതെങ്കിലും വേദിയുടെ അടുത്ത് പാടാൻ പാട്ട് പഠിച്ച് അതെ. പടത്തിന്റെ പ്രൊമോഷൻ സമയത്തേക്ക് നമുക്ക്
ഇല്ല അപ്പൊ സമയമുണ്ട്. അപ്പൊ നോക്കാം. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഹ്യൂമർ പണ്ട് മുതലേ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡെഫിനറ്റ്ലി ഹ്യൂമർ എനിക്ക് ഏറ്റവും എന്താ പറയാ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമോഷനാണ്. എന്തിനാ വാട്ട് യു കോൾ ദാറ്റ്, അതെനിക്ക് എല്ലാം ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വെൻ ഐ വാസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത് എല്ലാം ഭയങ്കര കോമഡി രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്നും അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ എന്താ പറയാ ലൈക്ക് യു ജസ്റ്റ് മെൻഷൻഡ് കൽപ്പന മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പേര് വിളിച്ചിട്ടാണ് ശീലിച്ചത്. മിനുവിന്റെ അതേ മിനു എപ്പോഴും കുഞ്ഞിലെ മുതലേ എപ്പോഴും പറയായിരുന്നു എന്റെ വേറൊരു വേർഷനാണ് നീ, ഞാൻ വലുതായി നീ ചെറുതായി അത്രേ ഉള്ളൂ. ബാക്കി കാണിക്കുന്നതൊക്കെ അതേ ഗോഷ്ടിയും കാര്യം അച്ഛനും കുഞ്ഞിലെ എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര കുരുത്തം കെട്ട കൊച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചിലേക്ക് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടം തേജയിൽ കൂട്ടാറുള്ള മെയിൻ കാര്യം ഇവിടെ വന്ന് ആരെങ്കിലും കൊഴിപ്പിക്കും. ഭയങ്കര ഹ്യൂമറസ് ആണ്. അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മൾ പുതിയ കാല വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാം തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡന്റ് ആയിട്ടും മാറി 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 സംസാരിക്കും. പാവം വന്നിട്ട് ആരും കളിക്കാനൊന്നും ഇല്ല. പിന്നീടാണ് കൽപ്പനയുടെ മകളൊക്കെ ആയിട്ട് അവരിവിടെ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു. പിന്നെ അവിടെ കമ്പനിയായി ഫ്രണ്ട്സായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയല്ലേ ഇല്ല ടീച്ചറിന്റെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ ആ ടാലന്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ടുണ്ട്. ആളുകൾ കമ്പയർ ചെയ്യുന്നത് പഴയ ഉർവശി ചേച്ചിയായിട്ടാണ്. പുള്ളിക്കാരി ഒരുപാട് കോമഡി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നോബഡി ക്യാൻ റീപ്ലേസ് ഹെർ എക്സ്പെക്ട് യു ബിക്കോസ് I think even I can't replace her because Urvashi, there's only one Urvashi and ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എന്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസർ എനിത്തിങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ഞാൻ ലാസ്റ്റ് മന്ത് when I was in ചെന്നൈ എനിക്ക് അപ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഒരു സംഭവം കാണുന്നത്. ഞാൻ അമ്മയടുത്ത് ഇതുപോലെ ചോദിച്ചു, അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അച്ഛനടുത്തും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷെ ബോത്ത് ആർ ഡിഫറെന്റ് വേസ് ഓഫ് പെർസെപ്ഷൻ. എന്നാലും ഞാൻ ചോദിച്ചപ്പോ ഒരു സീൻ കിട്ടുകയാണ്. അത് പക്ഷെ എങ്ങനെ മനസ്സിലാവും കോമഡിയാന്ന് എങ്ങനെ മനസ്സിലാവും? അല്ലെങ്കിൽ എന്താ പറയാ ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം? പുള്ളിക്കാരി ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ അത് മക്കളായ ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഇപ്പൊ എനിക്കൊരു സാധനം അത് എടുക്കണം ഇത് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു. എന്നിട്ട് ഷീസ് ആക്ടഡ് ഔട്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല, അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോ ഞാനിങ്ങനെ വിരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുകയാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കണ്ടപ്പോ ഇത് ചെറിയൊരു സാധനം തന്നെ കണ്ടപ്പോ ഞാൻ പേടിച്ചു. കാരണം അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ അവിടെ തന്നെ ബെസ്റ്റും കട്ടായി. സോ ഐ നോട്ട് ഗോണ റീപ്ലേസ് ഹർ ബട്ട് ഐ ഹോപ്പ് സംഡേ മേ ബി ഐ ലുക്ക് അപ് ടു ഹർ ആൻഡ് ലൈക്ക് അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കട്ടെ. ടിക്ടോക്കൊക്കെ ചെയ്തായിരുന്നു ഇടക്കാലത്ത് ചെയ്യുന്നത്. ഇപ്പൊ ടിക്ടോക്കിന്റെ നിരോധിച്ചു, അതുകൊണ്ട് മോളും അത് നിരോധിച്ചു. അപ്പൊ ആ കാലത്ത് ഉർവശിയുടെ പ്രശസ്തമായൊരു സീനുണ്ടല്ലോ ഇതിനകത്ത് അച്ഛൻ്റെ അമ്മയിലെ എന്താ കടുവറ അതൊക്കെ നന്നായി അസ്ലായി ചെയ്തിട്ടുണ്ട്. കൽപ്പനയുടെ പല റോള്, ദിലീപിന്റെ, സലീം കുമാറിന്റെ ഒക്കെ അതൊന്നും ഇപ്പൊ ചെയ്തില്ല. അതിന് ടിക്ടോക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്നും കാണിക്കായിരുന്നു. ഇതൊന്നും പറ്റില്ല.